വയനാട് ലക്ഷ്യ ക്യാമ്പിന്റെ അടിസ്ഥാനത്തിൽ AICC സംസ്ഥാന UDF നേതൃത്വം എന്നിവരുമായി ആലോചിച്ച ശേഷം മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവൂ എന്ന് പത്തനംതിട്ട DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ. ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ കഴമ്പില്ലെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞ് വീണ്ടും 3 ദിവസത്തിലേക്ക് പത്തനംതിട്ടയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളിൽ വന്ന പത്തനംതിട്ട ജില്ലയിലെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് വാർത്തകൾ? പ്രത്യേകിച്ച് ക്യാമ്പിൽ സ്ഥാനാർത്ഥികളൊന്നും പരസ്യ പ്രഖ്യാപനം നടത്തരുതെന്നുള്ളൂ. വയനാട് ക്യാമ്പില് സ്ഥാനാർത്ഥി നിർണ്ണയ ക്യാമ്പല്ല നടത്തിയത്. മിഷൻ 26ന്റെ ഭാഗമായിട്ട് അടുത്ത് നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ശില്പശാലയാണ് അവിടെ നടന്നത്. അതിനു മുമ്പ് തന്നെ 2 ശില്പശാലകള് മിഷൻ ഭാഗമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായും അതിനുശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായും ഈ വയനാട് സപ്തയിൽ വെച്ച് ഇതുപോലെ തന്നെ നേതൃയോഗങ്ങള് കൂടുകയുണ്ടായി. ഈ തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരു അപശബ്ദവും ഉണ്ടായില്ല. നേതാക്കന്മാരുടെ ആരുടെയും ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ SIR വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് ഉൾപ്പെടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽ ഉറപ്പ് പദ്ധതി ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനെതിരായുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുള്ളവയാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. സ്ഥാനാർത്ഥി നിർണയം യാതൊരു കാര്യവും അവിടെ ചർച്ച ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള 2-3 ഈ സ്വകാര്യ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഈ UDF സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് അത് 5 മണ്ഡലങ്ങളിൽ തിരുവല്ല, റാന്നി, ആറന്മുള, അടൂര്, കോന്നി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ശ്രദ്ധയിൽ എന്തെങ്കിലും അങ്ങനെ പെട്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ ചാനലിൽ കൂടി ഓരോ പേരുകൾ കാണുന്നതല്ലാതെ യാതൊരു കാര്യവും അതിനകത്ത് ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. അതൊക്കെ ഹൈക്കമാൻഡും അതുപോലെ ഒക്കെയാണ് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നുകൂടി അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി കോന്നിയിലെയും ആറന്മുളയിലെയും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തി. അതായത് സംസ്ഥാന കമ്മിറ്റി അനുവദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള മന്ത്രി വീണ ജോർജും കോന്നിയിലെ K ജിനേഷ് കുമാരും തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിലപാടുകളില്ലല്ലോ. കഴിഞ്ഞ തവണ തന്നെ പ്രമുഖ നേതാക്കന്മാരെ 2 തവണ കഴിഞ്ഞവരെ എല്ലാം മാറ്റി നിർത്തി. ഇപ്പൊ കേൾക്കുന്നതാണ് 3ാമത് മത്സരിക്കാൻ പോകുന്നത്. ഇവർക്ക് യാതൊരു നിലപാടുകളും ഇല്ല. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന കുറെ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ 5 മണ്ഡലങ്ങളിലും പുതുമുഖങ്ങൾക്കും സമവാക്യങ്ങൾക്കും അധികം എല്ലാം ഒത്തുചേർന്നിട്ടുള്ള 5 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായിരിക്കും. ഈ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഉണ്ടാകാത്ത വിധമാണ് ഈ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. കാരണം അവര് ആവശ്യപ്പെട്ട് അവരെ പിണക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഐക്യജനാധിപത്യ മുന്നണിയിലെ വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ആദ്യമായിട്ടാണ് ജില്ലയിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗിന് കോട്ടാങ്കൽ ഡിവിഷൻ കൊടുത്തു. അതോടൊപ്പം തന്നെ RSPക്കും ആദ്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു സീറ്റ് കൊടുത്തു. ജേക്കബ് ഗ്രൂപ്പിന് ആദ്യമായിട്ടല്ലെങ്കിലും വീണ്ടും അവിടെ കൊടുക്കുന്നതിൽ എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും ജേക്കബിന്റെ ജില്ലാ ചെയർമാനായ സനോജ് മേനോന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു തർക്കവും ഇല്ലാതെ തന്നെ അവിടെ സീറ്റ് കൊടുത്തു. അങ്ങനെ ഐക്യജനാധിപത്യ മുന്നണി ഈ തവണ ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് കാരണം SDPI പോലുള്ള വർഗീയ കക്ഷികൾ ഈ തെരഞ്ഞെടുപ്പില് വട്ടപൂജ്യമായി ജില്ലയിൽ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. കഴിഞ്ഞ തവണ അവർക്ക് കുറെ സീറ്റുകൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതൊന്നും അവർക്ക് ലഭിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ആ ഒരു ഈ രീതിയിലുള്ള ഐക്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനങ്ങളാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവും ഇല്ലല്ലോ. അത് തീരുമാനിക്കുന്നത് നമ്മളാരും അല്ലല്ലോ, DCC ഒന്നും അല്ലല്ലോ. അതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കമാൻഡും അതിനുള്ള സമിതികളും ഒക്കെ തെരഞ്ഞെടുപ്പ് സമിതിയൊക്കെ സ്ഥാനാർത്ഥികളെ വിന്നബിലിറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ താല്പര്യമുള്ള കുറെ ആളുകളെ പേര് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇപ്രാവശ്യം അതില്ല. വാർഡ് കോൺഗ്രസ് കമ്മിറ്റികള് തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ മണ്ഡലം കോർ കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും തീരുമാനിച്ച് 2 കൈയും നീട്ടി സ്വീകരിച്ച പേര് മാത്രമേ DCCക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കോൺഗ്രസ് പാർട്ടിയുടെ. മറ്റു പാർട്ടികളും അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് അവർ തീരുമാനിച്ചത്. അതുപോലെ തന്നെ അസംബ്ലിക്കും തീർച്ചയായും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയും അവിടെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിനും മഹിളാ കോൺഗ്രസിനും
മുതിർന്ന നേതാക്കന്മാർക്കും ഒക്കെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഹൈക്കമാൻഡ് അതിനെപ്പറ്റിയുള്ള സർവേ ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ഒരു തർക്കമില്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ 5 അസംബ്ലി സീറ്റും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാ കാര്യത്തിലും അതിനകത്ത് സഹകരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്.